ജവഹർ നഗർ ഭൂമി തട്ടിപ്പ് കേസിൽ സബ് രജിസ്ട്രാർ ലക്ഷ്മിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 5 വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. കൈക്കൂലി പണം കണ്ടെത്തുന്നതിൽ അന്വേഷണം വേണമെന്ന് പോലീസിന്റെ ആവശ്യം പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. ബിനാമി പേരിൽ പണം നിക്ഷേപിച്ചെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഹരിമോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഹരി, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരാനുള്ളത്? ശ്രുതി, ശാസ്തമംഗലം സബ് രജിസ്ട്രാറാണ് ലക്ഷ്മിയെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്ത്. ജവഹർ നഗർ ഭൂമി തട്ടിപ്പ് കേസ് തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു കേസ് കൂടിയാണ്. അതായത് ഈ കവടിയാറിലെ ജവഹർ നഗർ പ്രദേശത്ത് വലിയ തോതിൽ ഭൂമിക്കൊക്കെ വൻ തുകയൊക്കെ വാങ്ങിയ ആളുകൾ ഭൂമി വാങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ 12 കോടി രൂപയുടെ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദമായിരുന്നു അത്. അതായത് ഒരു വിദേശത്തുണ്ടായിരുന്ന മലയാളി വനിത ഡോറ അസറിയ ക്രിപ്സ് എന്ന് പറയുന്ന വനിതയുടെ ഭൂമിയായിരുന്നു. ആ ഭൂമി വാങ്ങുന്നതിനു വേണ്ടി അനിൽ തമ്പി എന്ന് പറയുന്ന വ്യവസായിയും അനന്തപുരി മണികണ്ഠൻ എന്ന് പറയുന്ന ആധാരമെഴുത്തുകാരൻ, ഇയാൾ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു, ഇവർ രണ്ടുപേരും കൂടി ഗൂഢാലോചന നടത്തിക്കൊണ്ട് ആൾമാറാട്ടം നടത്തി ഈ ഡോറ അസറിയ ക്രിപ്സിന്റെ പേരിൽ അല്ലെങ്കിൽ ആ വ്യക്തിയായി ആൾമാറാട്ടം നടത്തിക്കൊണ്ട് മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്നു. ഇവരുടെ വളർത്തുമകളായി കൊണ്ട് മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്നു. ഇങ്ങനെ 2 സ്ത്രീകളെ ആൾമാറാട്ടം നടത്തിച്ച് സബ് രജിസ്ട്രാറുടെ മുമ്പിൽ കൊണ്ടുവരികയും പിന്നീട് ഇഷ്ടദാനം നൽകുന്നതിന് വേണ്ടിയുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇതെല്ലാം തന്നെ ഈ സബ് രജിസ്ട്രാർ ആയിരുന്ന ലക്ഷ്മിക്ക് അറിയാമായിരുന്നു. ലക്ഷ്മിയും ഗൂഢാലോചനയിൽ അടക്കം പങ്കാളിയായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നേരത്തെ അനന്തപുരി മണികണ്ഠനെയും അനിൽ തമ്പിയും ഒക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ലക്ഷ്മിയിലേക്ക് എത്തുന്നതിന് വേണ്ടി കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു. അത് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ലക്ഷ്മിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. ഇതിനിടയ്ക്ക് പോലീസിന് കൃത്യമായി അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് പണം വാങ്ങി എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ മറ്റു പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തിയ സമയത്ത് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പണം ലക്ഷ്മി എവിടെയാണ് നിക്ഷേപിച്ചത് എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. എന്തായാലും ലക്ഷ്മിയുടെ അക്കൗണ്ടിലേക്ക് ഈ പണം എത്തിയിട്ടില്ല. മറ്റേതെങ്കിലും പണമിടപാട് സ്ഥാപനത്തിലാണ് നൽകിയതാണോ, അത് ഏതെങ്കിലും ബിനാമി പേരിൽ മറ്റെവിടെയെങ്കിലും നിക്ഷേപിച്ചതാണോ തുടങ്ങിയ സംശയങ്ങളാണ് പോലീസിനുള്ളത്. അക്കാര്യത്തിൽ ഒരു വ്യക്തതയ്ക്കാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ലക്ഷക്കണക്കിന് രൂപ ലക്ഷ്മിക്ക് ഈ ഇനത്തിൽ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൈക്കൂലിയായി കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതായത് ഈ വ്യാജ ആധാരങ്ങളും വ്യാജ രേഖകളും ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത്, ഈ ആൾമാറാട്ടം നടത്തിയ ആളുകളെയും കൊണ്ടുവരുന്ന സമയത്ത് അതൊന്നും ഒത്തുനോക്കാതെ, ഈ രേഖകളൊന്നും തന്നെ പരിശോധിക്കാതെ ഈ പ്രതികൾക്ക് വേണ്ടി, അതായത് അനന്തപുരി മണികണ്ഠനും അനിൽ തമ്പിക്കും വേണ്ടി ഇടനില നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ സഹായിച്ചുകൊണ്ട് ലക്ഷ്മി ഈ ഇഷ്ടദാനം നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ലക്ഷ്മി പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മറ്റു പ്രതികൾക്കും സമ്മതിക്കേണ്ടി വന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.